CPM വിട്ട് UDF പിന്തുണയിൽ മത്സരിക്കുന്ന ജി സുധാകരനെ നോക്കി ചെറ്റത്തരം കാണിക്കരുതെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ. പക്ഷേ CPM വിട്ട് BJPയിൽ ചേർന്നവർക്കെതിരെ ഒരക്ഷരം ഉരിയാടാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല എന്നത് BJPയോടുള്ള CPMന്റെ അനുഭാവമാണ് തെളിയിക്കുന്നതെന്ന് ഷാഫി പറമ്പിൽ MP പറഞ്ഞു. UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് M ലിജുവിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി കായംകുളത്ത് എത്തിയതായിരുന്നു ഷാഫി. CPM വിട്ട് UDF പിന്തുണയിൽ മത്സരിക്കുന്ന ജി സുധാകരനെ നോക്കി ചെറ്റത്തരം കാണിക്കരുതെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ CPM വിട്ട് BJPയിൽ ചേർന്നവർക്കെതിരെ ഒരക്ഷരം പോലും ഉരിയാടാൻ ഇതുവരെ തയ്യാറാകാത്തത് BJPയോടുള്ള CPMന്റെ അനുഭാവത്തെയാണ് തെളിയിക്കുന്നതെന്ന് ഷാഫി പറമ്പിൽ MP പറഞ്ഞു. കായംകുളത്ത് UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് M ലിജുവിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം എത്തിയ ഷാഫി പറമ്പിൽ റോഡ് ഷോക്കിടെയാണ് ഇങ്ങനെ പറഞ്ഞത്. ഇത്തവണ കായംകുളം നമുക്ക് തിരിച്ചു പിടിച്ചേ തീരും. കേരളം ഐക്യ ജനാധിപത്യ മുന്നണി ഭരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അടുത്ത ഗവൺമെന്റ് UDFന്റെ ആവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? UDFന്റെ മുഖ്യമന്ത്രിക്ക് കൈവന്തിക്കാൻ നിയമസഭക്കകത്ത് M ലിജു വേണം. നിങ്ങൾ ആലോചിക്കുക, ജി സുധാകരൻ പാർട്ടി വിട്ടപ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രി അതിനെ വിളിച്ചത് ചെറ്റത്തരം എന്നാണ്. പക്ഷെ സിറ്റിംഗ് LDF MLA CC മുകുന്ദൻ ഇപ്പൊ BJPയിൽ പോയി മത്സരിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഇടുക്കിയിൽ നിന്ന് രാജേന്ദ്രൻ CPM MLA BJPയിലേക്ക് പോയി. മുഖ്യമന്ത്രിക്ക് അതിനെ ചെറ്റത്തരെന്ന് വിളിക്കാൻ തോന്നുന്നില്ല. അജിത്ത് വൈക്കത്തെ പഴയ LDFന്റെ MLA ഇപ്പൊ BJPയിൽ മത്സരിക്കുക. മുഖ്യമന്ത്രിക്ക് അതിനെ ചെറ്റത്തരെന്ന് വിളിക്കണ്ട എന്ന് വെച്ചാ BJP പോയാൽ പിണറായി വിജയന് കുഴപ്പമില്ല, UDFനൊപ്പം കൂടാൻ പാടില്ല എന്നേ ഉള്ളൂ. മതേതര സമൂഹം ഇത് തിരിച്ചറിഞ്ഞ് കായംകുളത്ത് ഇത്തവണ വോട്ട് ചെയ്യണം എന്നുള്ളതാണ് എന്റെ വിനീതമായ അഭ്യർത്ഥന. ഇനി പ്രധാനമന്ത്രി ഇവിടെ വന്നു. പ്രധാനമന്ത്രി ഇവിടെ വന്നിട്ട് പാലക്കാട്ട് വലിയ പ്രസംഗം നടത്തി. പാലക്കാട്ടെ മുനിസിപ്പൽ കൗൺസിലറെ പറ്റി വരെ പ്രസംഗിച്ചു. പക്ഷെ ശബരിമല എന്നൊരു വാക്ക് പ്രധാനമന്ത്രി ഉരിയാടിയെന്നല്ല. കാരണം എന്താ? അത് ഉരിയാടിയാൽ CPMന് ഭരണം പോവും. അപ്പൊ CPMന് ഭരണം പോവരുതെന്ന് BJP ആഗ്രഹിക്കുന്നു. കോൺഗ്രസിന്റെ ഒരു ഗവൺമെന്റ് വരരുതെന്ന് BJP ആഗ്രഹിക്കുന്നു. CPM ജയിക്കട്ടെ എന്ന് BJP ആഗ്രഹിക്കുന്നു. കുറച്ച് സീറ്റ് BJP ജയിക്കട്ടെ എന്ന് CPMും ആഗ്രഹിക്കുന്നു. അവര് ഡീൽ ഉണ്ടാക്കിയിരിക്കുകയാണ്. പക്ഷെ ആ ഡീല് കേരളത്തിൽ നടപടിയാവില്ല. കാരണം നമുക്ക് വേറൊരു ഡീലുണ്ട്. നമ്മുടെ ഡീല് ജനങ്ങളുമായിട്ടാണ് എന്നുള്ളത്. ആ ഡീലാണ് ഇവിടെ വർക്കൗട്ട് ആവുക. M ലിജുവിനെ പോലെ മതേതര മൂല്യങ്ങളോട് ഇത്രമാത്രം പ്രതിബദ്ധതയോടെ ജയപരാജയങ്ങൾക്ക് അപ്പുറത്തേക്ക് എത്ര തെരഞ്ഞെടുപ്പിൽ തോറ്റാലും ഒരു വർഗീയത പറഞ്ഞുകൊണ്ടൊരു ജയം എനിക്ക് വേണ്ട എന്ന് ഇതുപോലെ ഉറച്ചു പറയുന്ന ഒരാളെ ഇനി കായംകുളം കൈവിടുമോ? കേരളത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാ വിഷയങ്ങളും പറഞ്ഞിട്ടും ശബരിമല സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് ഒരക്ഷരം പോലും പറയാതിരുന്നത് പിണറായി വിജയനോടും CPMനോടുമുള്ള വിധേയത്വം കൊണ്ടാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഒരേ നയമാണുള്ളത്. ഇരുവരും ശത്രുസ്ഥാനത്ത് കാണുന്നത് കോൺഗ്രസിനെയും UDFനെയുമാണ്. കേരളത്തിൽ UDF അധികാരത്തിലെത്തുമ്പോൾ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഒന്നൊന്നായി നടപ്പാക്കുമെന്ന് ഉറച്ച ഗ്യാരണ്ടിയോട് പറയുകയാണെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.